കാരണം ഈ അവരുടെ ഡിമാൻഡുകൾ എന്ന് പറയുന്നത് ജനങ്ങളാണത് തീരുമാനിക്കുന്നത്. സർക്കാർ ജനങ്ങളുടെ പക്ഷത്താണ്. സർക്കാർ ജനപക്ഷത്ത് നിന്നുകൊണ്ട് പെരുമാറുമ്പോൾ ഇതിൽ രണ്ട് ഡിമാൻഡുകൾ ഞാൻ പറയാം. ഒന്ന്, കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കുന്നത് നല്ലതാണോ എന്ന് ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. വളരെ ചെറിയ ചാർജാണ്. അതിന് റെക്കമെൻഡേഷൻ കിട്ടിയിട്ടുണ്ട്. ആ റെക്കമെൻഡേഷൻ കുട്ടികളോട് സ്റ്റുഡൻസ് യൂണിയനോട് സംസാരിക്കാതെ നമുക്ക് അതിൽ മറുപടി പറയാൻ പറ്റത്തില്ല. മറ്റൊന്ന്, പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് വേണം എന്നുള്ളതാണ്. അത് ഒഴിവാക്കി കൊടുക്കണം. അതായത് ആൻറ്റി സോഷ്യൽ, സാമൂഹ്യ വിരുദ്ധരായ ആളുകളെ ക്രിമിനൽ കുറ്റങ്ങളിലും സ്ത്രീകളെയും കുഞ്ഞുങ്ങളെയും ഉപദ്രവിക്കുകയും കൊലക്കേസിൽ പ്രതിയാവുകയും കേസ് ശിക്ഷിക്കപ്പെടുകയും അതുപോലെ ഈ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് കടത്തലും ഉപയോഗിക്കലും ഒക്കെയുള്ള കേസുകളിൽപ്പെട്ട ആളുകളെ ഡ്രൈവറും കണ്ടക്ടറുമായിട്ട് ക്ലീനറായിട്ട് വെക്കണം എന്നും അവരാവശ്യപ്പെടുന്നുണ്ട്. അത് പറ്റില്ല എന്നുള്ള ഗവൺമെൻറ് നിലപാടാണ്. സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം, പ്രത്യേകിച്ച് ഒരുപാട് ബസ്സിൽ നല്ല തിരക്കുള്ള സ്ഥലമാണ്, സ്ഥിരമായി കുഞ്ഞുങ്ങൾക്ക് കയറി യാത്ര ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം സാമൂഹ്യ വിരുദ്ധന്മാരെ ഇത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തീരുമാനമാണ് ഗവൺമെൻറ്റിൻ്റെ ഒരു തീരുമാനമാണ്. സ്ത്രീ സുരക്ഷയ്ക്കും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പൊതുജനങ്ങളുടെ സുരക്ഷയ്ക്കും വേണ്ടിയിട്ടാണ്. അതിൽ മാറ്റം വരുത്തണമെന്ന് അവരാവശ്യപ്പെടും. അതിന് ഉത്തരവിൽ തന്നെ പറയുന്നത് രാഷ്ട്രീയ സമരങ്ങൾ, വ്യക്തിപരമായ വീട്ടിലുണ്ടാകുന്ന വഴക്കുകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെ ഈ പറഞ്ഞ ഞാൻ മേൽ പറഞ്ഞ 3-4 കുറ്റകൃത്യങ്ങൾ അതിൽ പെടാത്തവരാണെന്നൊരു സർട്ടിഫിക്കറ്റ് പോലീസ് സ്റ്റേഷനിൽ വാങ്ങിച്ചു കൊടുത്താൽ പിന്നെ അത് വേണ്ട. അങ്ങനെയുള്ളവരെ തന്നെ, ഈ 4 കാര്യങ്ങളും ഉള്ള മിടുക്കന്മാരെ തന്നെ ഞങ്ങൾ വയ്ക്കൂ എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഗവൺമെൻറ്റിന് ബുദ്ധിമുട്ടാണ്, ജനങ്ങൾക്കും ബുദ്ധിമുട്ടാണ്. നിങ്ങൾ മാധ്യമങ്ങൾ പറയണം അത് അനുവദിക്കണമോ, ഞാൻ ഒരു മന്ത്രി എന്ന നിലയിൽ അത് അനുവദിച്ചു കൊടുക്കണോ നിങ്ങൾ പറയും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളുടെ ചാർജ്. അതിന് ഇപ്പോൾ രാവിലെ എണീച്ച് കുട്ടികളുടെ ചാർജ് വർദ്ധിപ്പിക്കാൻ പറ്റത്തില്ല. അവരുടെ സംഘടനകളുമായി സംസാരിക്കണം. അവർക്ക് കൂടി ഒരു റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. ആ റിപ്പോർട്ട് ഞാൻ വായിച്ചൊരു കാര്യമല്ല, കുട്ടികളുടെ സംഘടനകളുമായി വിദ്യാർത്ഥികളുമായി ഞങ്ങളൊന്ന് സംസാരിച്ച ശേഷം അവരുടെ കൂടി ഒരു സമവായത്തിലെത്താതെ നമ്മൾ ഇത്തരത്തിലൊരു കാര്യം ചെയ്താൽ ഈ രാജ്യത്ത് സമാധാന നഷ്ടം, സമരങ്ങളും അക്രമങ്ങളും ബഹളങ്ങളൊന്നും കുട്ടികളെ റോഡിലിറക്കി വെള്ളമുണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. KSRTC രീതിയിൽ അവർ പറയുന്നത്, അവർക്ക് ഞാൻ ഒരു സജഷൻ മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. 1.5 മാസത്തിനുള്ളിൽ ഒരു ആപ്പ്, അതായത് കുട്ടികൾ അല്ലാത്തവർ വണ്ടിയിൽ കയറുന്നതാണ് അവർ പരാതി. അതൊരു പരിധി വരെ ശരിയാണ്. സ്റ്റുഡൻ്റ് അല്ലാത്തവർ കയറുന്നതാണ്, അംഗീകൃതമല്ലാത്ത യാതൊരു ആവശ്യമില്ലാതെ കുട്ടികൾ വളരെ സ്റ്റുഡൻറ്റ് പാസ് എന്ന് പറഞ്ഞാൽ എല്ലാ ബസ്സിലും കയറുന്നത്. അതവർ പറയുന്നത് വളരെ ന്യായമാണ്, അങ്ങനെ കയറാൻ പാടില്ല. അതുകൊണ്ട് കുട്ടികൾക്ക് KSRTC ചെയ്യുന്നത് പോലെ MVDയുടെ ഒരു പ്രത്യേക ആപ്പ് വരും, MVD ലീഡ്സ്. ആ ആപ്പിനകത്ത് ഒരു സ്ഥലത്തുനിന്ന് കുട്ടികൾക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് കൺസെഷൻ അപേക്ഷിക്കും. കൺസെഷൻ അനുവദിച്ചു കഴിഞ്ഞാൽ അത് കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത്. KSRTC ചെയ്യുന്ന പോലെ ചെയ്തതിന് ശേഷം അംഗീകൃത സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്കും ഗവൺമെൻറ് അംഗീകൃത സ്കൂളുകളിലും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് പാസ് ഇഷ്യൂ ചെയ്യും. ഈ പാസ് RTO അല്ലെങ്കിൽ ജോയിൻറ്റ് RTO ഇഷ്യൂ ചെയ്യും. അദ്ദേഹം ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാസുമായി ബസ്സിക്കാം. കുഞ്ഞുങ്ങൾ ബസ്സിൽ കയറിയാൽ അവിടെ കൊടുക്കാനുള്ള ചെറിയ കൺസെഷൻ തുകയാണ് അത് കൂടി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ പറയുന്ന കണക്ക് സത്യമാണോ എന്നറിയാം. നമ്മൾ 5 ലക്ഷം കുഞ്ഞുങ്ങൾ ബസ്സിൽ കയറുന്നുണ്ടെന്നൊക്കെ പറയുന്നത് ഈ സത്യമാണെന്നറിയുന്നു. ഈ സത്യമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് വർദ്ധിക്കാൻ എടുക്കുക. KSRTCയിൽ 5 ലക്ഷം പിള്ളേർ കയറുന്നാൽ മതി. ഞാനൊരു കണക്കെടുത്തപ്പം 1,15,000 താഴെ കുഞ്ഞുങ്ങളാണ്. ഇതൊക്കെ നമ്മൾ കേട്ട് കേൾവികളാണ്, ശരിയായ ഡേറ്റയില്ല. ശരിയായ ഡേറ്റ ഉണ്ടാകുമ്പോൾ നമുക്ക് കൃത്യമായി പറയാൻ പറ്റും. അത് അക്കാര്യത്തിൽ അതാണ് നമുക്ക് പറയാനുള്ളത്. ഈ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ടുള്ളത്. പിന്നെ അവർ പറയുന്ന സാങ്കേതികമായ കാര്യങ്ങളാണ്. അത് സ്പീഡ് ഗവർണർ ഊരിയിടണം വേണോ ഡിമാൻഡ്. നിങ്ങൾ ആരും കേട്ടില്ലല്ലോ. ഞാൻ ട്രാൻസ്പോർട്ട് കമ്മീഷൻ ചർച്ചയിൽ പങ്കെടുത്തിട്ട് എന്നെ വിളിച്ചിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് സ്പീഡ് ഗവർണർ ഊരിയിടണം, പിന്നെ GPS പാടില്ല, VLTD വെക്കാൻ പാടില്ല. VLTD വെക്കണം എന്നുള്ള ഇന്ത്യ ഗവൺമെൻറ് മോട്ടോർ വെഹിക്കിൾ ആക്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രൊവിഷനാണ്, കേന്ദ്ര നിയമമാണ്. അതെടുത്ത് കളയാം. പിന്നെ സ്പീഡ് ഗവർണർ ഊരിയിട്ട് അവർക്ക് ഇഷ്ടമുള്ള സ്പീഡിൽ ഓടാനാണ്. പിന്നെ അവർ ചോദിക്കുന്നിടത്തെല്ലാം ഇഷ്ടം പോലെ പെർമിറ്റ്. ഒന്ന് എല്ലാ ദിവസവും ഒരു RTO ഓഫീസിൽ ഒരു മാസത്തിന് 60 ടൈമിംഗ് കോൺഫറൻസ്. ആകെ മാസത്തിലുള്ളത് 30 ദിവസം. അപ്പോൾ ഒരു ദിവസം 2 ടൈമിംഗ് കോൺഫറൻസ്. ഒരാൾ വരുന്നു, എനിക്ക് ഈ ടൈം മാറ്റി തരണം, ഇപ്പോൾ ഓടിക്കൊണ്ട് ടൈം മാറ്റി തരണം എന്ന് പറയുമ്പോൾ ആ റൂട്ടിൽ ഓടുന്ന എല്ലാ ബസ് ഉടമകളെയും നമ്മൾ വിളിക്കണം, എല്ലാ KSRTCക്കാരെയും വിളിക്കണം, എല്ലാ ഉദ്യോഗസ്ഥന്മാരും അവിടെ ഇരിക്കണം. അപ്പോൾ ഒരു RTO 60-ലധികം ഉണ്ടല്ലോ, 60-ലധികം ടൈമിംഗ് കോൺഫറൻസുകൾ എങ്ങനെ നടത്തി നമുക്ക് അറിയില്ല. അപ്പോൾ അത് നടത്താൻ പാടില്ല. മാസത്തിൽ 1-2
ഈ ഒരു ദിവസം ഒരു സമയത്ത് വരും, നാളെ വേറെ സമയത്ത് വരും. അപ്പോൾ അങ്ങനെ ആ മത്സരം, നിങ്ങൾ ഈ മത്സര ഓട്ടത്തെപ്പറ്റി നിങ്ങളെല്ലാവരും അറിയുന്നതാണ്, ഞാൻ പറയേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ മത്സര ഓട്ടങ്ങൾ നടത്തി വലിയ വലിയ അപകടങ്ങൾ സംഭവിക്കും. നമ്മളെല്ലാവരും കൂടി ഇറങ്ങിയിട്ട് പ്രതിഷേധിച്ചിട്ട് കാര്യമില്ല. മാധ്യമങ്ങൾ പറയാറുണ്ടല്ലോ സർക്കാർ മുൻകരുതലെടുക്കുന്നില്ല. സർക്കാർ രണ്ടുമൂന്ന് കാര്യങ്ങൾ മുൻകരുതലെടുത്തിരിക്കുക, അതിനോട് എല്ലാവരും സഹകരിക്കുക. ഈ സമരം അവരൊരു സമരം ചെയ്യാനുള്ള അവകാശമുണ്ട്, അവർ ആഘോഷിക്കാനല്ല. അവിടെ കിടന്നിട്ട് കളക്ഷൻ കളക്ഷൻ വേണമെങ്കിൽ തരാം. അങ്ങനെ കളക്ഷനുള്ള വണ്ടി എങ്ങോട്ടും എടുക്കില്ല, ഒരിടത്തും ഇല്ല. കാരണം ആദ്യഘട്ടത്തിൽ 44 സൂപ്പർ ഫാസ്റ്റുകൾ വളരെ കളക്ഷൻ കുറഞ്ഞ് 44 സൂപ്പർ ഫാസ്റ്റുകൾ ഒതുക്കിയിട്ടതിന് ശേഷം അതേ ഡിപ്പോയിൽ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ നിന്നൂടെ അവിടുത്തെ MLA-മാരെയും ജനപ്രതിനിധികളെയും മോശക്കാരാക്കരുതെന്ന് വെച്ച് നിങ്ങൾ അവിടെ ഇട്ടോളൂ. ഒരു 3 ആഴ്ച 4 ആഴ്ച അവിടെ ഇട്ടു. ഞങ്ങൾ അവിടെ നിന്നൊരു പുതിയ റൂട്ട് തരും, കളക്റ്റീവായിട്ടുള്ള കൊടുക്കാതെ വന്നപ്പം അതെടുത്ത് അടുത്ത ഡിപ്പോയിൽ കുറച്ചുകൂടി കളക്റ്റീവായിട്ടുള്ള റൂട്ട് അവർ കണ്ടുപിടിച്ചു, അവർ പോയി. ഇതിപ്പോൾ 18 വണ്ടികൾ ഇപ്പോൾ വീണ്ടും കണ്ടെത്തുക. അതുകൊണ്ടാണ് മാറ്റിയത്, അല്ലാതെ അശാസ്ത്രീയമായി മാറ്റില്ല. കളക്ഷനുണ്ട് എന്ന് പറയുന്നത് ഈ പ്രതിഷേധിക്കുന്ന ആൾ എല്ലാ ദിവസവും കന്യാകുമാരി വേണ്ടി പോകുന്ന ആളാണ്.